ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് അതിൻ്റെ ഇടയിൽ ഒത്തിരി കമൻറ്റുകൾ വന്നായിരുന്നു. പുതിയ വണ്ടി എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ വന്നത്, പുതിയതാണോ പഴയ വണ്ടിയാണോ നല്ലത് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് കുറേ അധികം കമൻറ്റുകൾ എനിക്ക് വന്നായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ പറയാൻ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഓസ്ട്രേലിയ വന്ന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, അത്യാവശ്യം നമ്മുടെ ഒരു ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയോട്ടയുടെ വണ്ടിക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒത്തിരി വെയിറ്റിംഗ് ടൈമുണ്ട്. നല്ല വണ്ടികൾക്കെല്ലാം അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ടൈമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അവരുടെ സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടും. പക്ഷേ ടയോട്ടയ്ക്കാണെങ്കിൽ കുറേ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യം ടയോട്ട പോയതാണ്. ടയോട്ട പോയി കഴിഞ്ഞപ്പം ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ പേപ്പറും കാര്യങ്ങളും കുറേ ഫോർമാറ്റിങ് കാര്യങ്ങളൊക്കെ പിന്നെ ഞാനത് വിട്ടിട്ട് നമ്മൾ വേറെ മിസ്റ്റുബിഷി പോയപ്പോഴും അത്യാവശ്യം കാര്യങ്ങളുണ്ട്. എന്നാലും അവർ പെട്ടെന്ന് അത് ചെയ്ത് തന്നെ നമുക്ക് വണ്ടി കിട്ടി. അപ്പോൾ എപ്പോഴും നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് പോകുന്നതിന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെയായിട്ട് ഏറ്റവും നല്ലത് നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കാമെന്നാണ്. പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇവിടെ നമ്മളൊരു പെട്ടെന്ന് ഇന്നോ നാളെ വണ്ടി മാറാൻ പോകുന്നതല്ല. അപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് വേണ്ടിയാണ് ഒരു വണ്ടി എടുക്കുന്നതെങ്കിൽ എപ്പോഴും നല്ലത് ഒരു പുതിയ വണ്ടി തന്നെയാണ്. അത്യാവശ്യം ഒരു ചെറിയ ഫാമിലി ആണെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയെ സംബന്ധിച്ചോളം ഇപ്പോൾ എല്ലാവരും എടുക്കുക ചെറിയ വണ്ടികളിൽ പോകാതിരിക്കാതെ ഒരു SUV ടൈപ്പ് വണ്ടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലിപ്പോൾ കിയയുടെ വണ്ടിയുണ്ട്, മിസ്റ്റുബിഷിക്ക് വണ്ടിയുണ്ട്, ടയോട്ടയുടെ വണ്ടി പോകാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇവിടെ ടയോട്ടയുടെ വണ്ടിക്കാണ് ഏറ്റവും ഡിമാൻഡുള്ള വണ്ടി. അതുപോലെ തന്നെ കിട്ടാനും പാടും, ഭയങ്കര വെയിറ്റിംഗ് ടൈമാണ് ടയോട്ടയുടെ വണ്ടികൾക്ക്. കിയയുടെ ഇപ്പോൾ ഞാൻ പറയുന്നത് സൊറൻഡോ നല്ല വണ്ടിയാണ്. ഇപ്പോൾ മിസ്റ്റുബിഷിയോട് പറയുകയാണെങ്കിൽ ഔട്ട്ലാൻഡർ നല്ല വണ്ടിയാണ്. പിന്നെ കുറച്ചുകൂടെ ഓഫ് റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല വണ്ടിയാണ് പജേറോ സ്പോർട്ട്. അങ്ങനെ ആ ഒരു SUV ടൈപ്പിൽ കുറേ വണ്ടികളുണ്ട്. അത് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞത് പുതിയ വണ്ടി എടുക്കുക. പഴയ വണ്ടികൾ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വാറണ്ടിയൊക്കെ കാണും, 1-2 വർഷം വാറണ്ടിയൊക്കെ കാണും. പക്ഷെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പണിയോ എല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാടാണ്. അതിനും നല്ലത് നിങ്ങൾ എപ്പോഴും പുതിയ വണ്ടികൾ തന്നെ എടുക്കുകയാണ്. ഇപ്പം വണ്ടിയുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം കുറച്ച് വിലക്കുറവുണ്ട് വണ്ടികൾക്ക്. സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്കായാലും കുറച്ച് വിലക്കുറവുള്ള ടൈമാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ പുതിയ വണ്ടി തന്നെ എപ്പോഴും പ്രിഫർ ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ചില കമ്പനികൾക്ക് ഒന്നും ഡൗൺ പേയ്മെൻറ്റ് ഒന്നും കൊടുത്തില്ലെങ്കിലും വണ്ടി നമുക്ക് കിട്ടും. അതൊക്കെ ഞാനിപ്പം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ്. അത് അവർ പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ഇത്രയും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബാധ്യത കുറയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാനില്ല അത് നിങ്ങൾ അന്വേഷിക്കണം. ഒരിടത്ത് തന്നെ നിൽക്കല്ലേ, 2-3 ഷോറൂമുകളിലെല്ലാം പോയിട്ട് നിങ്ങളത് അന്വേഷിച്ചിട്ട് വ്യക്തമായ ഇപ്പോൾ ധാരണ കിട്ടും. നമ്മളൊരു വണ്ടിയുടെ ഇതിൽ ഇറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ധാരണ കിട്ടും എങ്ങനെയാണ് അവരുടെ രീതികളും കാര്യങ്ങളും. പിന്നെ കുറേ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഉണ്ട്. പുതിയ വണ്ടി ലോങ് വെയിറ്റിംഗ് ടൈം പീരീഡുള്ള വണ്ടികൾ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി ആവശ്യമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്നോ നാളെ വേറെ വണ്ടിയൊന്നും എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ വേറെ ഇപ്പോൾ ആ വണ്ടിക്ക് ലോങ് ടൈം വെയിറ്റിംഗ് ആണെങ്കിൽ അടുത്തൊരു ഷോറൂമിൽ പോകുക, അവിടെ അന്വേഷിക്കുക. ഇപ്പം അത് മാത്രമൊന്നുമല്ല, ഇപ്പം മത്സരങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും എങ്ങനെ വിലക്കുറവില്ല എത്ര കസ്റ്റമേഴ്സിനെ അവർക്ക് കൂട്ടാന്നുള്ള രീതി അവർ നോക്കത്തുള്ളൂ. ടയോട്ടയുടെ വണ്ടിക്ക് ഇതേ ഉള്ള പ്രശ്നം. ടയോട്ട നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ടയോട്ടയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്. ഇവിടെ എല്ലാവർക്കും ടയോട്ടയിലാണ് ഭയങ്കര ഡിമാൻഡ്. അതുകൊണ്ടാണ് ഭയങ്കര വെയിറ്റിംഗ് പീരീഡും എല്ലാം കാര്യങ്ങളും. ലോങ് വെയിറ്റിംഗ് ടൈമാണ് ടയോട്ടയുടെ വണ്ടിക്ക്. അപ്പം ഞാൻ എടുത്തത് പറഞ്ഞ മിസ്റ്റുബിഷി പജേറോ സ്പോർട്ടാണ്. അത്യാവശ്യം നല്ലൊരു ഫാമിലി വണ്ടിയാണ്, ഓഫ് റോഡ് പോകാനും പറ്റിയൊരു വണ്ടിയാണ്. ഇത് എനിക്കിഷ്ടപ്പെട്ടു, നല്ലൊരു വണ്ടിയാണ്. നമുക്ക് നല്ലൊരു അത്യാവശ്യം നമ്മുടെ ഒരു ബഡ്ജറ്റിന് പറ്റിയൊരു SUV ടൈപ്പാണ് ഇത്. എനിക്കിഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ടയോട്ടയാണ് നോക്കി. ടയോട്ടയ്ക്ക് ക്ലൂഗർ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ ഒരു ഓസ്ട്രേലിയക്കാരുടെ ഏറ്റവും നല്ലൊരു ഫാമിലി വണ്ടിയാണ് ടയോട്ട ക്ലൂഗർ. അതൊക്കെ നമ്മൾ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ വെയിറ്റിംഗ് ടൈമും ഡിമാൻഡുകളും ഓരോന്ന് പറഞ്ഞ് അതെല്ലാം ക്ലിയർ ചെയ്ത് ടൈം എടുക്കും. അതിൽ ഞാൻ സലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ അടുത്ത ഷോറൂമിൽ പോയി മിസ്റ്റുബിഷിയുടെ ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, വണ്ടി എനിക്ക് ഓടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്തായിരുന്നു. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
പുതിയ വണ്ടികൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുതിയ വണ്ടികൾ നോക്കുക. പുതിയ വണ്ടികൾ ഏതെങ്കിലും നല്ലത്. ഫാമിലി പോസ്റ്റലെ സംബന്ധിച്ച് വലിയ റോഡും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് മണിക്കൂറോളം യാത്രകളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതിനനുസരിച്ച് ഒരു വലിയ വണ്ടി തന്നെ എടുക്കുക. വലിയൊരു SUV ടൈപ്പ് മോഡൽ വണ്ടി എടുക്കുക. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു ഇത്രയും നാൾ വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ പെട്രോളിനെക്കാട്ടി വില കൂടുതൽ ഡീസലിനാണ്. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ അതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് പെട്രോളിനാണ് ഇവിടെ വിലക്കുറവ്. ഡീസലിന് $2 അങ്ങോട്ട് മുന്നോട്ട് വിലയുണ്ട്, $2 വിലയുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു രീതി. ഡീസൽ വണ്ടിയാണ് എല്ലാവരും പൊതുവെ എടുക്കുന്നത്. SUV എല്ലാം എല്ലാവരും ഡീസൽ വണ്ടികളാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞിട്ട് വണ്ടി എടുക്കുമ്പോൾ പുതിയ വണ്ടി എടുക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഡീസൽ വണ്ടി എടുത്താൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ അത് നോക്കിയെടുത്താൽ മാത്രം മതി. പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പുതിയ വണ്ടി മാത്രമേ എടുക്കാവൂ. താങ്ക് യു.